നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലിംസ് തന്നിട്ടായിരുന്നു. അതായത് നമ്മൾ നമ്മുടെ ടീമിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടായിരിക്കും ഡിസ്കഷൻസ് അടുത്ത വീഡിയോ എന്നുള്ളത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ദാറ്റ് വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ ആൻഡ് ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ ദിസ് വീഡിയോ ആൻഡ് കോമന്റ് ഓൺ ദിസ് വീഡിയോ അബൌട്ട് യുവർ ഒപ്പീനിയൻസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ടോപ്പിക് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം, നമ്മൾ ഇപ്പോൾ ഒരു പുതിയ എറ അല്ലെങ്കിൽ ന്യൂ എറ ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബേസിഡ് കൂടിയാണ് കേട്ടോ. നമ്മുടെ ഫ്യൂച്ചറെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനേജർ സ്റ്റെബിലിറ്റിയാണ്. അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരു ഫ്യൂച്ചർ ഒരു ക്ലബിനും ഇല്ല. അത് നമ്മുടെ ഹിസ്റ്ററി നമ്മൾ പലവട്ടം നമ്മൾ ഏത് ക്ലബ് എടുത്ത് നോക്കിയാലും വി ക്യാൻ സീ ദാറ്റ്. ഇപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം, അമോറിം ഇവിടെ ഉണ്ടാവോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നം. യുണൈറ്റഡ് ഫാൻസ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമുക്കൊരു മാനേജർ സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ ഫ്യൂച്ചറിലോട്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം നൗ ഓൺ? നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്ന് കമന്റ് ചെയ്യൂ. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടീമിനെ കുറിച്ചിട്ടാണ്. ഞാനത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഈ ഗ്ലേസേഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് ഓണർഷിപ്പിന്റെ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇനിയോസ് ആൻഡ് ഗ്ലേസർ പാർട്ട്ണർഷിപ്പാണ്, അതൊന്നും എനിക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തില്ല. അതാണ് അതിന്റെ മെയിൻ റീസൺ. ഇപ്പോൾ ഈ സീസണിൽ നമ്മൾ കൊണ്ടുവന്ന പ്ലേയേഴ്സും അല്ലെങ്കിൽ ഇവിടുന്ന് പോയ പ്ലേയേഴ്സിനും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഭയങ്കര റൂത്ത്ലെസ് ആയിട്ട് പല പ്ലേയേഴ്സിനും ഇവിടുന്ന് പറഞ്ഞു വെച്ചു, വിച്ച് ഇസ് വെരി ഗുഡ് തിങ്. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം അതാണ് എന്നെനിക്ക് എൻ്റെ വിശ്വാസം അതാണ്. നിങ്ങൾക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. കാരണം ചില പ്ലേയേഴ്സ് നിങ്ങൾക്ക് പോയ താല്പര്യമില്ലാത്ത പ്ലേയേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വന്ന പ്ലേയേഴ്സിൽ നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ പ്ലേയേഴ്സിനെ കൊണ്ടുവരണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലെറ്റ് us know, അല്ലെങ്കിൽ ലെറ്റ് മീ നോ. അതെ, അതിന് റീസൺ കൂടി ലെറ്റ് മീ നോ. ഈ സീസണിൽ നമ്മൾ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു, ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയി, ഇനി നമുക്ക് പുതിയ പ്ലേയേഴ്സും അഡീഷൻസ് ഒന്നും വരാനില്ല. പക്ഷേ മൂവിങ് ഫോർവേഡ്, ഇപ്പൊ നെക്സ്റ്റ് സീസണിലോട്ട് എടുക്കുകയാണെങ്കിൽ, കാരണം നമ്മുടെ ഫുട്ബോൾ ക്ലബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വി ഷുഡ് ഓൾവേസ് ലുക്ക് അറ്റ് ദ ഫ്യൂച്ചർ അല്ലേ. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഫ്യൂച്ചറിലോട്ട് നമ്മൾ സെക്യൂർ ആവണം, അല്ലെങ്കിൽ നമുക്ക് വിൻസ് വേണം, അതേപോലെ തന്നെ നല്ല ക്ലബായി മാറണം. സോ ഞാൻ ഈ പറഞ്ഞു വന്ന സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മാനേജർ സ്റ്റെബിലിറ്റിയും അതൊക്കെ നമുക്ക് ഹോപ്പ് ചെയ്യാം അത് നന്നായി പോകുന്നുള്ളത്, പ്ലേയിങ് സ്റ്റൈലും മാനേജർ സ്റ്റെബിലിറ്റി ഒക്കെ. ബട്ട് വി നെവർ നോ. കാരണം ഇപ്പൊ അമോറിമാർ വേറെ കോച്ച് വരാം. പക്ഷെ എന്നാലും ക്ലബ്ബ് സ്റ്റേബിൾ ആവണം. ആ ക്ലബ്ബ് സ്റ്റേബിൾ ആവണമെങ്കിൽ നമുക്കൊരു പ്ലേയിങ് സ്റ്റൈൽ വേണം, അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി വേണം. ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് സീസണിലോട്ട് പോവുകയാണെങ്കിൽ കുറെ പ്ലേയേഴ്സ് ഇവിടുന്ന് കോൺട്രാക്ട് കഴിഞ്ഞു പോകുന്ന പ്ലേയേഴ്സ് ഉണ്ട്. സോ നമ്മൾ അതിൽ ഹാരി മെഗ്വയർ വരും, ഐ തിങ്ക് ബ്രൂണോ വരുന്നുണ്ട്, കസമിറോ വരുന്നുണ്ട്, ലൂക്ക് ഷോ വരുന്നുണ്ട്, മേസൺ മൗണ്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ പ്ലേയേഴ്സ് ഒക്കെ പോകുന്നില്ല. പക്ഷെ നമ്മളിപ്പോ ഈ പറഞ്ഞ 5 പ്ലേയേഴ്സില് ചില പ്ലേയേഴ്സിനൊക്കെ കോൺട്രാക്ട് സിറ്റുവേഷൻസ് കുറച്ച് വൾണറബിൾ ആണ്. അതിൽ 2-3 പ്ലേയേഴ്സിനൊക്കെ കോൺട്രാക്ട് എൻഡ് ചെയ്യുന്നതുമാണ് നെക്സ്റ്റ് സീസണിൽ. അതിൽ മെയിൻ ആയിട്ട് മെഗ്വയറിന്റെ കോൺട്രാക്ട് എൻഡ് ചെയ്യാണ് നെക്സ്റ്റ് സീസണിൽ, കസമീറോ എൻഡ് ചെയ്യാണ്. ഐ തിങ്ക് ദർ ആർ കപ്പിൾ മോർ പ്ലേയേഴ്സ് അവരുടെ കോൺട്രാക്ട് എൻഡ് ചെയ്യുന്നു. കറക്റ്റ് എനിക്കറിയില്ല. ഇവരുടെ ഒന്നും കോൺട്രാക്ട് നമ്മൾ ഇനി റിന്യൂ ചെയ്യാൻ പോകുന്നില്ല. അത് ഐ തിങ്ക് ഇറ്റ്സ് ഓൾറെഡി ഡൺ. നമ്മൾ ആരും ഇനി മെഗ്വയറിന്റെയോ അല്ലെങ്കിൽ കസമിറിന്റെ ഒന്നും കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ പോകുന്നില്ല. സോ അങ്ങനത്തെ പ്ലേയേഴ്സ് പോകുമ്പോൾ നമുക്ക് അതിന് അഡീഷൻസ് ആയിട്ട് വേറെ പ്ലേയേഴ്സ് വരണം. ഹോപ്പിംഗ് വി വിൽ ബി ഇൻ യൂറോപ്പ് നെക്സ്റ്റ് സീസൺ. കസമിറ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടൊരു സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ നമുക്ക് മസ്റ്റ് ആണ്. ആക്ച്വലി ഈ സീസൺ നമുക്ക് വേണ്ടതും അതായിരുന്നു, പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയില്ല. പിന്നെ മെഗ്വയർ പോയി കഴിഞ്ഞാൽ, മെഗ്വയർ പോകുന്ന ഒരു പ്ലെയർ മാത്രമല്ല, ഇൻ മൈ ഒപ്പീനിയൻ ഹീസ് എ വെരി പ്രൊഫഷണൽ ഫുട്ബോളർ. ആ ഡ്രസ്സിംഗ് റൂമിൽ ഒരു ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയറാണ് മെഗ്വയർ. വി നോ മെഗ്വയർ കടന്നു പോയ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കറിയാം. ആൻഡ് വി ഷുഡ് ബി ലൈക്ക് നമ്മൾ അയാളെ സത്യം പറഞ്ഞാൽ പൂവിട്ട് പൂജിക്കണം. കാരണം നമ്മുടെ ക്ലബിൽ നമ്മുടെ ബാക്കിയുള്ള മീഡിയാസും അതുപോലെ തന്നെ റൈവൽ ഫാൻസ് ഒക്കെ പറയുന്നുണ്ട് ഈ ക്ലബിൽ വന്ന പ്ലേയേഴ്സ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്ക് കളിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ലുക്ക് അറ്റ് മെഗ്വയർ അത്രയും ട്രോളും മീമും വളരെ വലിയൊരു കോമഡി പീസായി അയാൾ. എന്നിട്ടും അയാൾ അതൊന്ന് തിരിച്ചു വന്ന് പ്രൊഫഷണൽ ആയിട്ട് ഹി കോമ്പീറ്റഡ്. ആസ് ഇൻ അയാൾ അവിടെ നിന്ന് ഹി വർക്ക്ഡ് ഹാർഡ്, ഹി കോമ്പീറ്റഡ്, ഹി കെയിം ബാക്ക് ടു ദ ടീം. ക്ലച്ച് മൊമെന്റ്സിൽ സത്യം പറഞ്ഞ ഇപ്പൊ ആരാണ് നമ്മുടെ ക്ലച്ച് പ്ലെയർ? മെഗ്വയർ. ഇവിടെ വന്ന പ്ലെയേഴ്സ് എല്ലാവരും മോശമൊന്നുമല്ല. ഇവിടെ വന്ന പ്ലെയേഴ്സിന് ആ കറക്റ്റ് മെന്റാലിറ്റിയും ആ യുണൈറ്റഡിന്റെ ഷർട്ട് ഇടാനുള്ള പവറും ആ ചങ്കൂറ്റും ഉണ്ടെങ്കിൽ ഏത് പ്ലെയറും ഇവിടെ നിന്ന് പോകും. അതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിളാണ് മെഗ്വയർ. സോ മെഗ്വയർ ഇവിടുന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് നമുക്ക് മിസ്സാവാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ ആ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ അയാൾ വലിയൊരു ലീഡറാണ്. സോ മെഗ്വയർ പോകുമ്പോൾ
അതിന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ നമുക്കൊരു പ്ലെയർ വേണം. ആൻഡ് ഐ എം ഹോപ്പിംഗ് ഡിലിറ്റ് വിൽ ബി ദാറ്റ് പ്ലെയർ. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് വേറെ ഡിഫറൻസ് ഒപ്പീനിയൻസും വേറെ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ്സ്. കാരണം സ്വാഭാവികമായിട്ട് ഉണ്ടാവും. കാരണം പല ഡിഫറെന്റ് പീപ്പിൾ ഡിഫറെന്റ് ഒപ്പീനിയൻസ്. അത് നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന, ഞാൻ മെയിനായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ മഗ്വയർ പോകുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. ഇനി അത് കൂടാതെ, ഈ ലീഡർഷിപ്പ് കൂടാതെ, വി നീഡ് എ ന്യൂ ഡിഫൻഡർ. മോൺസ്ട്രസ് ആയിട്ടുള്ള, യങ് ആവാം, എക്സ്പീരിയൻസ്ഡ് ആവാം, പക്ഷെ വാട്ട് വി നീഡ് എ ഫിസിക്കൽ സ്പെസിമെൻ, ആസ് ഇൻ മോൺസ്ട്രസ് ആയിട്ടുള്ള ഏത് ഡ്യുവൽസും വിൻ ചെയ്യാൻ പറ്റുന്ന അത്രയും മെന്റാലിറ്റി ഉള്ള ഒരു ഡിഫൻഡർ നമുക്ക് മസ്റ്റായിട്ട് വരണം. നെക്സ്റ്റ് സീസണിൽ മഗ്വയർ പോയി കഴിഞ്ഞാൽ ഹൂ ഡു യു തിങ്ക് ഷുഡ് ബി ദ ഡിഫൻഡർ വിച്ച് കംസ് ടു ദിസ് ടീം? ഇപ്പൊ ഉള്ള പ്ലേയേഴ്സ് അല്ല, ഞാൻ പറഞ്ഞ വരാൻ പോകുന്ന പ്ലേയേഴ്സിൽ നിങ്ങൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിഫൻഡറിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ പിക്ക് ചെയ്യും? മഗ്വയർ പോയതിനു ശേഷം ഒരു ഡിഫൻഡറിനെ കൊണ്ടുവരാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ കൊണ്ടുവരും? സോ ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ്സ്. വെൻ കസമീറോ ലീവ്സ്, ഇഫ് അല്ല വെൻ കസമീറോ ലീവ്സ്, ഹൂ ഷുഡ് ബി ദാറ്റ് മിഡ്ഫീൽഡർ ദാറ്റ് വി ഷുഡ് ഗെറ്റ്? സോ എന്റെ മൈൻഡിൽ 2-3 പ്ലേയേഴ്സ് ഉണ്ട്. അതായത് മിഡ്ഫീൽഡേഴ്സ് കസമീറോ പോയി കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാവരും പറയുന്ന പോലെ ബലേബ ഈസ് മൈ ഫസ്റ്റ് പ്രിഫറൻസ്. കാരണം ബലേബ പറഞ്ഞ പ്ലെയർ, ഹി ക്യാൻ പ്ലേ മൾട്ടിപ്പിൾ റോൾസ്. അത് നമ്പർ 6 ആയിട്ട് ഡിഫൻഡർ, ഒരു സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. അതേപോലെ തന്നെ നമ്പർ 8 ആയിട്ട് ബോക്സ് ടു ബോക്സും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ബലേബ. ആൻഡ് ഹീസ് എ പ്യുവർ അത്ലീറ്റ്. അതാണ് നമ്മുടെ മിഡ്ഫീൽഡിൽ നമ്മൾ മിസ് ചെയ്യുന്നത് ഇപ്പോൾ. സോ ബലേബ ഈസ് മൈ ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് ദർ ആർ ലോട്ട് ഓഫ് റൂമേഴ്സ് അബൌട്ട് ആഡം വാട്ടൺ, നമ്മുടെ ക്രിസ്റ്റൽ പാലസിന്റെ. പക്ഷെ ഇഫ് യു ആസ്ക് മീ, ഐ വുഡ് പിക്ക് എലിയറ്റ് ആൻഡേഴ്സൺ ഫ്രം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. നിങ്ങൾ ആരും ആ പ്ലെയറുടെ കളികൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ആ ഗെയിംസ് നിങ്ങൾ ശരിക്കും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹീ ഈസ് എ പ്രോപ്പർ പ്ലെയർ, എലിയറ്റ് ആൻഡേഴ്സൺ. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ പിക്സ്. ആ കസമീറ പോയി കഴിഞ്ഞാൽ ആ മിഡ്ഫീൽഡിലോട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇതാണ് പ്ലേയിങ് സ്റ്റൈൽ, അമോറിമാണ്, അല്ലെങ്കിൽ അമോറിമിന്റെ അതേ പ്ലേയിങ് സ്റ്റൈലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഈ 2 മിഡ്ഫീൽഡേഴ്സ് ആണ് എനിക്ക് കൊണ്ടുവരാൻ ആഗ്രഹം. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ കുറച്ചൊരു ന്യൂസ് കണ്ടു, ബലേബനെ ജാനുവരി കൊണ്ടുവരും. ഞാൻ കൈയടിച്ച് പാസ്സാക്കും ഈ ന്യൂസിനെ. അതൊരു ഗ്യാരണ്ടി സംഭവമാണ്. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ആ ഒരു ഇതിലോട്ട് പോകുന്നില്ല. പല ആൾക്കാർ ഹൈപ്പ് ചെയ്യും, ലൈക്ക് ബലേബ വരുന്നു, ഇവൻ വരുന്നു, ജാനുവരി വരും. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഫുട്ബോളാണ്, നാളെ എന്ത് സംഭവിക്കും നമുക്ക് ഒന്നും അറിഞ്ഞൂടാ. ബലേബ ലെറ്റ്സ് സേ ലൈക്ക് ബലേബയ്ക്ക് വേണ്ടി സിറ്റി ബിഡ് ചെയ്ത് എന്ത് ചെയ്യും? ഓക്കെ, വി പുട്ട് 100 million, സിറ്റി 150 million കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ബലേബ വിൽ ഗോ ടു സിറ്റി. അത് സ്വാഭാവികമാണ്. ഇപ്പൊ ബലേബയ്ക്ക് യുണൈറ്റഡിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിലും ബ്രൈറ്റൺ പറയും ഗോ ടു സിറ്റി. വാട്ട് ക്യാൻ വി ഡു? വി കാൻ ഡു എനിത്തിങ്. സോ ബലേബ കമ്മിങ് ഇൻ ജാനുവരി, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ, ബട്ട് ഇറ്റ്സ് പ്രോബബിൾ, ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇൻ മൈ ഒപ്പീനിയൻ. ഇഫ് ഹി കംസ്, വെൽ ആൻഡ് ഗുഡ്. ഐ വുഡ് ആക്സെപ്റ്റ് ബലേബ റൈറ്റ് നൗ. നിങ്ങൾക്ക് ആരാണ് തോന്നുന്നത്? ലൈക്ക് ഏത് മിഡ്ഫീൽഡറെ വന്നാലാണ് കസമീറോയ്ക്ക് പകരം ഏതൊരു മിഡ്ഫീൽഡറാണ് നമുക്ക് വരേണ്ടത്? നെക്സ്റ്റ് തിങ്, I think Luke Shaw might leave. I think Mason Mount might leave. There's a high chance Bruno Fernandes will leave this club next season. അത് നമുക്ക് വലിയൊരു മിസ്സാണ്. അത് ചെറിയ മിസ്സല്ല. അത് ഈ മഗ്വയറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതൊരു ചെറിയ മിസ്സല്ല. അത് ഞാൻ പറയാൻ കാരണം, ബ്രൂണോ നമ്മുടെ ക്യാപ്റ്റനാണ്. പക്ഷെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ ബ്രൂണോ ആണ് നമ്മുടെ വേഴ്സ്റ്റ് പ്ലെയറും ബെസ്റ്റ് പ്ലെയറും. കാരണം അത് ഗെയിം ബൈ ഗെയിം എടുത്ത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ബ്രൂണോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ക്ലബിന്റെ ഹാർട്ട് ബീറ്റ് ആണ് ബ്രൂണോ. ബ്രൂണോ ഈ ക്ലബ്ബ് വിട്ട് പോയി കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ നമുക്ക് ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഐ ഹാവ് നോ ഐഡിയ. നമ്മൾ ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യും ബ്രൂണോനെ? ദാറ്റ്സ് വെർ ഐ തിങ്ക് മെയിനു ഈസ് ഗോയിങ് ടു ബി. പക്ഷേ വി ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ വിത്ത് മെയിനു. കാരണം അതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. അത് ഇപ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷെ ഐ തിങ്ക് ബൈ ദ ബിഗിനിങ് ഓഫ് ഡിസംബർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ഡിസംബർ, ആ ഒരു ജാൻ ട്രാൻസ്ഫർ വിൻഡോ ആകുമ്പോഴേക്കും നമുക്കത് പ്രശ്നമായി മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. So I don't know if Mainu is staying, I'm 100% behind Mainu that Mainu ആയിരിക്കും ആ ബ്രൂണോന്റെ സക്സസർ ഈ ക്ലബിൽ. അപ്പോഴേക്കും മെയിനു ആ ക്വാളിറ്റി ആയി വരണം. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ദ ക്ലബ് ഇസ് ട്രൈങ് ടു ഡു. നമ്മൾ സത്യം പറഞ്ഞ നമ്മുടെ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി നോ വാട്ട് ഇസ് ക്ലാസ് ഓഫ് 92 അല്ലേ? ഇതിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. ക്ലാസ് ഓഫ് 92 അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഗൂഗിൾ ചെയ്താൽ മതി, വാട്ട് ഇസ് ക്ലാസ് ഓഫ് 92 ഇൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ക്ലാസ് ഓഫ് 92 ആയിരുന്നു നമ്മുടെ പ്രീമിയർ ലീഗിന്റെ പോസ്റ്റർ ബോയ്സ്. അതിപ്പോൾ കാണുന്ന റൈവൽ ഫാൻസ് ഒക്കെ പറയും അതുകൊണ്ട് എന്താ കാര്യം? പക്ഷേ അതാണ് നമ്മുടെ DNA എന്താണെന്ന് കാണിച്ചു കൊടുത്ത സമയമായിരുന്നു അത്. പ്രീമിയർ ലീഗിലോട്ട് പോസ്റ്റർ ബോയ്സ് ആയിട്ട് നിന്നിരുന്ന നമ്മുടെ പ്ലേയേഴ്സ് ആയിരുന്നു ക്ലാസ് ഓഫ് 92. അത് എത്രയോ വർഷം. അങ്ങനത്തെ ഒരു ഡോമിനൻസ് ഒന്നും വേറെ ഏത് ക്ലബ്ബൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അത് റൈവൽ ഫാൻസ് പറയും അങ്ങനെയൊന്നും അല്ല, പക്ഷെ ഇറ്റ്സ് ഫാക്ട്.
സോ ക്ലാസ് ഓഫ് 92, ഇനി നമുക്കൊരു പുതിയൊരു ക്ലാസ് ഓഫ് 92 ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഫുട്ബോൾ വളരെ മാറിക്കഴിഞ്ഞു. സോ നമുക്ക് ആ ക്ലാസ് ഓഫ് 92 ഒന്നും ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ക്ലാസ് ഓഫ് 2026 ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലൂടെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലബ്ബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇപ്പൊ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും ഇല്ല അത് അങ്ങനെ ആവാൻ വഴിയില്ല. പക്ഷെ വാട്ട് ഐ തിങ്ക് ഇപ്പൊ നമ്മൾ ബൈ ചെയ്യുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഐ തിങ്ക് വാട്ട് ദർ ബിൽഡിംഗ് ഈസ് എ വെരി യങ് സ്ക്വാഡ് വിത്ത് എ ബിറ്റ് ഓഫ് എക്സ്പീരിയൻസ് ഹിയർ ആൻഡ് ദർ. അതാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ്സ് അതെന്താണ് തോന്നാത്തത് എന്നുള്ളത്. എനിക്ക് തോന്നുന്ന എൻ്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. നമ്മുടെ ക്ലബ്ബ് ഓൾറെഡി ഇപ്പോൾ 2 വർഷമായിട്ട് ഇനിയോസ് വന്നതിന് ശേഷം ആ ഒരു രീതിയിലാണ് പോകുന്നത്. യങ് പ്ലേയേഴ്സിനെ വാങ്ങുന്നു, അവരെ മോൾഡ് ചെയ്തെടുക്കാൻ നോക്കുന്നു. അതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ് ലെനി യോറോ, ഇപ്പോൾ വന്ന സെന്റ് ലെമൻസ് ഗോൾ കീപ്പർ ആയാലും, അതേപോലെ തന്നെ നമ്മുടെ സ്ട്രൈക്കറായിട്ടുള്ള സെസ്കോ, നമ്മുടെ മിഡ്ഫീൽഡിലുള്ള കോബി മേനു, നമ്മുടെ വിങ് ബാക്ക് ആയിട്ടുള്ള ഡോഗു, അമാദ്, അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അവരൊക്കെ യങ് പ്ലേയേഴ്സ് ആണ്. പക്ഷെ ഇതിലോട്ട് ഒരു ഗ്ലിംസ് ഓഫ് അല്ലെങ്കിൽ ഒരു ബിറ്റ് ഓഫ് എക്സ്പീരിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ബ്രൂണോ, കസമീറോ, മെഗ്വയർ, ഡിലിറ്റ്, ഇങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് നമ്മൾ അവിടെ ഇട്ട് കൊടുത്തപ്പോൾ അത് ബാലൻസ്ഡ് ആണ്. പക്ഷേ നെക്സ്റ്റ് സീസൺ ആകുമ്പോഴേക്കും ഇതിൽ കുറച്ച് എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന പ്ലേയേഴ്സ് യങ്സ്റ്റേഴ്സ് മാത്രം പോരാ, നമുക്ക് എക്സ്പീരിയൻസും വേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഈ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് പെട്ടെന്ന് ഒറ്റയടിക്ക് പോകുമ്പോൾ അത് വലിയൊരു ഹോള് നമ്മുടെ ടീമിനുള്ളിൽ ഉണ്ടാക്കും. എസ്പെഷ്യലി നമ്മുടെ മെന്റാലിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ലെറ്റ്സ് ഒരു ഗെയിം എങ്ങനെ കൺട്രോൾ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആ ഇഷ്യൂസ് കയറി വരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നു. നല്ല തീരുമാനമാണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് മോൾഡ് ചെയ്യുക, നല്ല പ്ലേയേഴ്സ് ആക്കി മാറ്റുക. പക്ഷേ യങ്സ്റ്റേഴ്സ് മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും ഫ്യൂച്ചറിലോട്ട്. സോ അവിടെയാണ് നമ്മുടെ ഈ എക്സ്പീരിയൻസ് പ്ലേയേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നേരത്തെ, നിങ്ങൾക്കൊരു മിഡ്ഫീൽഡറിനെ പിക്ക് ചെയ്യാൻ പറയുകയാണെങ്കിലും ഒരു ഡിഫൻഡറിനെ പിക്ക് ചെയ്യാൻ പറയുകയാണെങ്കിലും ഇൻസ്റ്റെഡ് ഓഫ് മഗ്വയർ, കസമിറോ, ബ്രൂണോ ഒക്കെ പോയി കഴിഞ്ഞാൽ ആരെ നിങ്ങൾ പിക്ക് ചെയ്യും എന്നുള്ളത്. ഇപ്പൊ ബലബലെ ഞാൻ പിക്ക് ചെയ്യുന്ന മെയിൻ കാരണം ഹീസ് എക്സ്പീരിയൻസ്ഡ് ഇൻ പ്രീമിയർ ലീഗ്. എലിയറ്റ് ആൻഡേഴ്സൺ എക്സ്പീരിയൻസ്ഡ് ഇൻ പ്രീമിയർ ലീഗ്. അതേപോലെ തന്നെ ഡിഫൻഡർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് പിക്ക് മാർക്ക് ഗുഹി. പക്ഷെ ലിവർപൂളായിട്ട് ലിങ്ക്ഡ് ആണ് ആൻഡ് ഹി ഹാസ് എ ഗുഡ് ലീഡർഷിപ്പ് സ്കിൽസ്. ക്രിസ്റ്റൽ പാലസിന്റെ ക്യാപ്റ്റനാണ്. അപ്പൊ അങ്ങനത്തെ പ്ലേയേഴ്സാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ഒപ്പീനിയനിൽ ആരായിരിക്കും അങ്ങനത്തെ ഒരു അഡീഷൻ കൊണ്ടുവരാണെങ്കിൽ നല്ലത്? ഈ ന്യൂ സൈനിങ്സ്, അതായത് ഇപ്പൊ നമ്മുടെ കോൺട്രാക്ട് കഴിഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് സീസണിൽ കോൺട്രാക്ട് കഴിഞ്ഞ് പോകുന്ന പ്ലേയേഴ്സിന് പകരം നമ്മൾ കൊണ്ടുവരുന്ന ന്യൂ സൈനിങ്സ് എങ്ങനെ ആയിരിക്കണം? അതിലൊരു മെയിൻ കൺസേൺ ഞാൻ കാണുന്നത്, ഏതെങ്കിലും ചാനലിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല, എൻ്റെ ഒരു മെയിൻ കൺസേൺ ഏത് പുതിയ പ്ലെയർ വരുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത് എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് തോന്നുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഡിഫറെൻ്റ് ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവം തോന്നി കാണില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ്, ഏത് പുതിയ പ്ലേയേഴ്സ് വരുമ്പോഴും എനിക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് ഫസ്റ്റ് ചെക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വിഷ്. ആ ക്ലബ്ബ് അത് ചെയ്യണം എന്നുള്ളതാണ്. അതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഗർണാച്ചോയും സാൻജോയും ഒക്കെ. അപ്പൊ നമ്മൾ എത്ര വലിയ പ്ലെയർ ആണെങ്കിലും അവരുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതല്ലെങ്കിൽ അത് ആ ക്ലബിനെ ശരിക്കും ഡയറക്റ്റ്ലി ഇമ്പാക്ട് ചെയ്യും. അത് നമ്മുടെ ക്ലബ്ബ് പലവട്ടം അനുഭവിച്ചൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഐ എം ഹോപ്പിംഗ് ആ ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളോട് ചെക്ക് ചെയ്തിട്ടായിരിക്കും പ്ലേയേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളത്. ആൻഡ് ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ ഐ എം റിയലി ഗ്ലാഡ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അല്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അത് ഏതൊരു ക്ലബ്ബിലായാലും ആ ഇഷ്യൂ ഉണ്ടാവും. പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബ്ബിലാണെങ്കിൽ ഒന്നും പറയണ്ട, പിന്നെ പറയാനില്ലല്ലോ, മീഡിയ അത് സർക്കസ് ആക്കി മാറ്റി കളയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നമ്മൾ ഈ യങ്സ്റ്റേഴ്സിന്റെ കാര്യം എടുക്കുമ്പോൾ വാട്ട് വി നീഡ് ടു കൺസിഡർ ഈസ് അവർ അക്കാഡമിക് ടാലന്റ്. നമ്മുടെ അക്കാഡമിയിൽ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അതായത് ജെ ഗബ്രിയൽ, മൻറ്റാറ്റോ, പിന്നെ ഫ്ലെച്ചർ ബ്രദേഴ്സ്, അങ്ങനത്തെ കുറെ യങ് പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ഹൈലി ടാലന്റഡ്. റൂണിയുടെ മകൻ കായ് റൂണി, അങ്ങനത്തെ കുറെ പ്ലേയേഴ്സ് നമ്മുടെ അക്കാഡമിയിലുണ്ട്. പക്ഷെ എല്ലാവരും ക്ലിക്ക് ആവണമെന്നില്ല. അതായത് നമ്മൾ വിചാരിക്കും ഒരു പ്ലെയർ വരുമ്പോൾ ഓക്കെ ഈ പ്ലെയർ ക്ലിക്ക് ആവും, അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കാഡമി എന്ന പ്ലേയേഴ്സിന് എല്ലാവരും ഇവിടെ ക്ലിക്ക് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. അതിൽ ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് കണ്ട ന്യൂസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജെ ഗബ്രിയൽ പറഞ്ഞിട്ട് നമുക്കൊരു പ്ലെയർ ഉണ്ട്. ഐ തിങ്ക് ഹീസ് എ വിങ്ങർ. പക്ഷേ ഹീസ് വെരി ഹൈലി ടാലന്റഡ്, ഹൈ ടെക്നിക്കൽ എബിലിറ്റി എല്ലാം ഉള്ള പ്ലെയർ ആണ്. 14 years old, 14 വയസ്സ് പ്രായമുള്ളൂ. ഐ തിങ്ക് അമോറിം ആക്ച്വലി ചോദിച്ചിട്ടുണ്ട്, അതായത് ഫസ്റ്റ് ടീമിന്റെ കൂടെ അവനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട്. വാട്ട് മീ നോ ഫ്രം ദിസ് ഈസ് ലൈക്ക് അമോറിമിന്റെ ടാലന്റ് ഐഡി നല്ലതാണ്. നമ്മുടെ യുണൈറ്റഡ് DNA എന്താണ്? ലൈക്ക് ഐ സെഡ് ബിഫോർ, ക്ലാസ് ഓഫ് 92 എടുത്ത് നമുക്ക് മനസ്സിലാവും
നമ്മുടെ ഡോമിനൻസ് വരുന്നത് തന്നെ ക്ലാസ് ഓഫ് 92 എന്നാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. ആ ഒരു ഏറെ അങ്ങനെ തന്നെയായിരുന്നു. 99 സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇപ്പൊ തന്നെ ആലോചിക്കുമ്പോൾ ഗൂസ് ബംസ് വരുന്നുണ്ട്. സോ ഐ എം ഹോപ്പിംഗ് നമുക്ക് ആ യങ് ടാലൻസിനെ കൊണ്ടുവരാൻ പറ്റും. അവർ നമ്മുടെ യുണൈറ്റഡിന്റെ DNA വെച്ച് അവർ കളിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ഗൈസ്, അതാണ് ഞാൻ ടീമിനെ കുറിച്ച് പറഞ്ഞ സംഭവങ്ങൾ. ഇനി ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞൊരു സംഭവമായിരുന്നു നമ്മുടെ സെറ്റ് പീസ് ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കും എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് ഞാൻ പറഞ്ഞു പോവാം. അപ്പൊ ഞാൻ അങ്ങനെ എന്താ പറയുക, സ്റ്റാറ്റ്സ് നോക്കിയിട്ടൊന്നല്ല കേട്ടോ പറയുന്നത്. ഞാൻ എനിക്ക് എപ്പോഴും എൻ്റെ കണ്ണിൽ കാണുന്ന ഫുട്ബോളാണ് എൻ്റെ സ്റ്റാറ്റ്, അല്ലാതെ നമ്പേഴ്സ് അല്ല മെയിൻ ആയിട്ട്. നമ്പേഴ്സ് വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ എനിക്ക് കൂടുതലും ഞാൻ കാണുന്നത് എന്താണോ അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സെറ്റ് പീസിന്റെ മെയിൻ ഇഷ്യൂ എനിക്ക് തോന്നുന്നത് ഗോൾ കീപ്പറാണ്. അത് ശരിയാണ്, ചിലപ്പോൾ സെറ്റ് പീസിന് ഗോൾ വരും നമ്മൾ പറയും അത് ഡിഫൻഡർ ബ്ലോക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ അത് ഹെഡ് ചെയ്ത് കളഞ്ഞില്ല, ALDS വിൻ ചെയ്തില്ല. പക്ഷെ നമ്മുടെ ഡിഫൻഡേഴ്സിനെക്കാട്ടും ഏറ്റവും കൂടുതൽ വലിയൊരു ഇഷ്യൂ നമ്മുടെ ഗോൾ കീപ്പറാണ്. അപ്പൊ ആ ഗോൾ കീപ്പർ മാറുന്നത് നമുക്ക് വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇതുവരെ സെന്റ് ലെമൻസിന്റെ കളിയൊന്നും കണ്ടിട്ടില്ല. ലെറ്റ്സ് ഹോപ്പ് ഹി വിൽ ബി ഗുഡ്. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിടത്തോളം ഹി ഈസ് എ വെരി ഡിമാൻഡിങ്, ഏരിയയിൽ ഡിമാൻഡിങ് ഗോൾ കീപ്പർ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഗോൾ കീപ്പേഴ്സ് എപ്പോഴും കാം, കമ്പോസ്ഡ് ആൻഡ് കോൺഫിഡന്റ് ആയിരിക്കണം ആ ബോക്സിനുള്ളിൽ. ആൻഡ് അത് ബോക്സിൽ ഗെയിമിൽ മാത്രമല്ല, ഓവറോൾ ഓഫ് ദ പിച്ചും. ആൻഡ് ഐ ഫീൽ ഹീസ് ദാറ്റ് ഗൈ, സെന്റ് ലെമൻസ്. സോ ലെറ്റ് സി അതെങ്ങനെ നടക്കുക എന്നുള്ളത്. അപ്പൊ സെറ്റ് പീസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കമന്റ് എനിക്ക് വന്നതാണ്, നമ്മുടെ ചാനലിലെ വീഡിയോയിൽ കണ്ടതാണ് ഞാൻ. സോ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. സോ ഐ എം ഹോപ്പിംഗ് അത് ചോദിച്ച ആള് ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ ഒപ്പീനിയനിൽ അത് ഡിഫൻഡേഴ്സ് അല്ല, അതിന് മെയിൻ ഇഷ്യൂ ഗോൾ കീപ്പർ ആണ്. അത് ഗോൾ കീപ്പർ കമാൻഡിങ്, ബോക്സിനുള്ളിൽ കമാൻഡിങ് അല്ലെങ്കിൽ ഏത് സെറ്റ് പീസ് എടുത്താലും അത് ഇഷ്യൂ ആയി മാറും. കാരണം ഡിഫൻഡേഴ്സ് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഡിഫൻഡേഴ്സ് ഹാസ് ടു കോൺസെൻട്രേറ്റ്. ബോളും നോക്കണം, നമ്മുടെ ഗോൾ കീപ്പറിനെ മൂപ്പര് നോക്കണം. അതായത് നമ്മുടെ ഗോൾ കീപ്പറിനെ നമ്മുടെ ഡിഫൻഡേഴ്സിനെ നോക്കണം. അങ്ങനത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ ഗെയിം ചെയ്യും, അതായത് ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ ഞാൻ കൂടുതൽ ഡിഫൻഡറായിട്ട് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏരിയൽ ഡ്യൂവൽസ് വരും, ഞാൻ പന്ത് വരുന്നത് നോക്കണോ അത് ഗോൾ കീപ്പറെ നോക്കി നിൽക്കണം. ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നത്, അത് ഒനാനയാണെങ്കിലും ഭയങ്കരാണെങ്കിലും ഇയാളെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ബോൾ മിസ്സാവും. ബോൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇയാൾ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും. അവിടെയാണ് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ഒപ്പീനിയനിൽ നമ്മുടെ സെറ്റ് പീസിന്റെ മെയിൻ ഇഷ്യൂ. അതല്ല നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. അത് എനിക്ക് അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു 2 minutes അല്ലെങ്കിൽ മാക്സിമം ഒരു 2 minutes ഞാൻ പറഞ്ഞു വന്നൊരു സംഭവം ഈ ഇനിയോസിന്റെയും അല്ലെങ്കിൽ റാഡ്ക്ലിഫിന്റെയും അണ്ടറിലുള്ള ഫ്യൂച്ചർ എന്താണെന്നുള്ളതാണ്. സോ അതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ പുതിയ സ്റ്റേഡിയം അവർ ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല ആ കാര്യത്തിൽ. അതിന് മെയിൻ കാരണം നിങ്ങൾ ഓൾഡ് ട്രാഫോർഡ് ഭാഗത്ത് പോയിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾഡ് ട്രാഫോർഡ് പോയ ഒരാളാണ്, അതിന്റെ ഏരിയാസിൽ ഞാൻ പോയിട്ടുള്ള ഒരാളാണ്. അവിടെ അതിന്റെ അടുത്തുള്ള ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൽ കുറെ സ്ഥലങ്ങൾ ക്ലബിന്റെ ആണ്, പക്ഷെ ചില ഏരിയാസ് ഒക്കെ അത് വേറെ പുറത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ ഒരു ഇതുണ്ട് അതിൽ. അതേപോലെ തന്നെ ചില ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ കൊടുന്ന് വെക്കില്ലേ, അങ്ങനത്തെ ഒരു ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്ക് ക്ലിയർ ചെയ്യണം. അപ്പൊ അതിനൊക്കെ പറഞ്ഞാൽ വലിയ പൈസ ചെലവുള്ള സംഭവം. അപ്പൊ ഇനിയോസും റാഡ്ക്ലിഫിന്റെ സംഭവം നമുക്കറിയാം, പൈസ ചെലവില്ലാതെ ചുളിവിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അത് തെറ്റായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളെപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യണം. അത് ഏതൊരു ഓണർഷിപ്പ് ആയാലും നെഗോഷിയേറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് പെട്ടെന്നൊരു സ്റ്റേഡിയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ ഒപ്പീനിയൻ ആണ്. എനിവേസ് ദേ ആർ സെയിങ് 2035 ആകുമ്പോഴേക്കും ഒരു സ്റ്റേഡിയം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. 2035 ആകുമ്പോഴേക്കും ലോകം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫുട്ബോൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടാവും നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഓൾഡ് ട്രാഫോർഡ് വിസിറ്റ് ചെയ്തുകൊണ്ട് തോന്നുന്നതായിരിക്കും, ആ സ്റ്റേഡിയത്തിന്റെ ഒരു ഓറ അത് അൺമാച്ചബിൾ ആണ്. അത് എൻ്റെ കൈയും കാലൊക്കെ ഫുൾ തരിക്കുന്നത് പറയുമ്പോൾ. കാരണം അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. അത് അൺമാച്ചബിൾ ഓറയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ, അത് അവിടെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവും. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല സത്യം. ഞാൻ അവിടെ പോയ സമയത്ത് എൻ്റെ കണ്ണിന്നൊക്കെ വെള്ളം വന്നു. അങ്ങനത്തെ ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോയി ആ സമയത്ത്. അത് വേറൊരു എക്സ്പീരിയൻസ്. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം പിന്നെ. സോ ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റേഡിയം, യൂത്ത് ഡെവലപ്മെന്റ് സ്ട്രക്ചർ, ഇതിലൊക്കെ നമ്മൾ ഇനിയോസ് ആക്ച്വലി അവർ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം ഹോപ്പിംഗ് അവർ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ. മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അവർ എഗെയിൻ ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ അവർ ഈ ഫുട്ബോൾ രാജാക്കന്മാരൊന്നും അല്ല. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.
സോ അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ആയിരുന്നു. മെയിനായിട്ട് ടീമിനെ കുറിച്ചാണ് സംസാരിച്ചത്. ആൻഡ് ഐ എം ഹോപ്പിംഗ് യു എൻജോയ് ദിസ് വീഡിയോ, യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, നമ്മുടെ എല്ലാ യുണൈറ്റഡ് ഫാൻസിനും റെഡ് ഡെവിൾസിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവരുടെ ഒപ്പീനിയൻസ് നമുക്ക് കേൾക്കാം. ആൻഡ് അവരെ നമ്മുടെ ഈ ചാനലിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ്സ് ബി എ ബിഗ് ഹ്യൂജ് കമ്മ്യൂണിറ്റി ഓഫ് യുണൈറ്റഡ് ഫാൻസ്. കാരണം യുണൈറ്റഡ് ഫാൻസിന് എന്തൊരു ഗുണം എന്നറിയോ? നമുക്ക് ഒരു ദിവസം പോലും ഒന്നും ഒരു ടോപ്പിക് കിട്ടാത്തതില്ല. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അത് കാരണം ബോറടിക്കില്ല. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. ആൻഡ് ഐ എം തിങ്കിങ് ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം പല ക്ലബ്ബ്, ഇപ്പൊ ചില ക്ലബ്ബൊക്കെ എടുത്തു കഴിഞ്ഞെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മീഡിയയുടെ ഇട്ടാവട്ടം പോലും കാണാത്ത ക്ലബ്സ് ഉണ്ട്. അത് വലിയ ക്ലബ്ബാണ് കേട്ടോ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷെ എന്നാലും അങ്ങനത്തെ കുറെ ക്ലബ്സ് ഉണ്ട് നമ്മുടെ ലോകത്ത്. മീഡിയ ബോധയുടെ അല്ല. പക്ഷെ യുണൈറ്റഡ് ആണെങ്കിൽ മീഡിയ അറഞ്ചും പുറഞ്ചും ബോധേഡാണ്. അത് ആ ക്ലബിന്റെ ഒരു സൈസ് അതായതുകൊണ്ടാണ്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പലരും പറയും, എന്താ പറയാ, പണ്ടത്തെ രാജാക്കന്മാരാണ്. പണ്ടത്തെ അല്ല, ഇപ്പോഴത്തെ രാജാക്കന്മാരും ബിഗ്ഗസ്റ്റ് ക്ലബിൽ നമ്മൾ തന്നെയാണ്. അതിലൊരു ഡിഫറൻസും ഇല്ല. ശരിയാണ്, ഓൺ ദ പിച്ച് കുറച്ച് മോശമാണ് കാര്യങ്ങളൊക്കെ. പക്ഷെ യുണൈറ്റഡിന്റെ ഓറ അത് വേറെ ലെവൽ ഓറയാണ്. സോ അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിച്ചു, ടീം കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഇനിയോസ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. എഗെയിൻ നമ്മുടെ കോമൻസിൽ വന്നൊരു സംഭവം നമ്മൾ സംസാരിച്ചു. യുണൈറ്റഡ് ഫാൻസ് കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലോട്ട്. Thank you so much. I will see you next time.